മലയാളികളെ സഞ്ചരിക്കാൻ പഠിപ്പിച്ച ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയോട് ഒരിക്കൽ ഒരു അവതാരകൻ ചോദിച്ചു, താങ്കൾക്ക് ഇന്ത്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന്. അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, വാരണാസി. അതെ, കാശിയെന്നും ബനാറസ് എന്നും വാരണാസി എന്നുമൊക്കെ അറിയപ്പെടുന്ന ഇന്ത്യയുടെ ആത്മീയ തലസ്ഥാനം. ഏത് വലിയവനും ധനികനും മഹാപ്രതിഭയും അവസാനം വെറുമൊരു ശവശരീരം മാത്രമാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന വാരണാസി. ബസന്ത പഞ്ചമി ദിനത്തിൽ പ്രയാഗ്രാജിൽ നിന്നും വാരണാസിയിലേക്ക് യാത്ര തിരിച്ച ഞങ്ങൾ വൈകുന്നേരം 5:30 ഇവിടെ എത്തി. പെട്ടെന്ന് തന്നെ തെരുവിലേക്ക് ഇറങ്ങി. അരുണിൻ്റെയും ഫാസിലിൻ്റെയും പിന്നിൽ ദശാശ്വമേധ് ഘാട്ട് ലക്ഷ്യമാക്കി അതിവേഗത്തിൽ ഈ ജനസാഗരത്തിലൂടെ നടക്കുകയാണ് ഞാൻ. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ നഗരങ്ങളിലൊന്നായ ബനാറസ് എന്നും വാരണാസി എന്നും ഒക്കെ അറിയപ്പെടുന്ന കാശി. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുൻപ് വിജ്ഞാനത്തിൻ്റെയും തത്വചിന്തയുടെയും ഭക്തിയുടെയും കലയുടെയും കേന്ദ്രമായി വാരണാസി സ്ഥാപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. കാശി എന്നാൽ പ്രകാശം എന്നാണ് അർത്ഥം. ആത്മീയത കൊണ്ടും അറിവുകൊണ്ടും പ്രകാശമാനമായ കാശി, കാശി വിശ്വനാഥൻ്റെ മണ്ണ്. നടന്നു നടന്ന് ഞങ്ങൾ ഇപ്പോൾ ദശാശ്വമേധഘട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ എത്തുന്ന തീർത്ഥാടകരെയും സഞ്ചാരികളെയും ഏറെ ആകർഷിക്കുന്ന നിത്യേന സൂര്യാസ്തമയ സമയത്ത് ഗംഗാതീരത്തു നടക്കുന്ന ഗംഗാരതി കാണുവാനാണ് ഞങ്ങളിവിടെ ആകാംക്ഷയോടെ എത്തിയിരിക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിശ്ചയമായും കണ്ടിരിക്കേണ്ട ഒന്നാണ് ഗംഗാരതി. ഏകദേശം 85ഓളം ഘാട്ടുകൾ അഥവാ കടവുകളാണ് കാശിയിലുള്ളത്. അതിൽ ദശാശ്വമേധ ഘാട്ടിലാണ് പ്രധാനമായും ഗംഗാരതി നടക്കാറുള്ളത്. ബ്രഹ്മാവ് ഇവിടെ വെച്ച് 10 കുതിരകളെ കൊണ്ട് യാഗം നടത്തിയതിനാലാണ് ഈ ഘാട്ടിന് ദശാശ്വമേധ ഘട്ടെന്ന് പേര് വന്നതെന്ന് ഐതിഹ്യം. 6 മണിക്കാണ് ഗംഗാരതി തുടങ്ങുന്നത്. ഗംഗാമാതാവിനെ ഭക്തി പുരസ്സരം പൂജിക്കുന്ന ഏകദേശം 45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ചടങ്ങാണിത്. ആരതി തുടങ്ങാൻ ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രം. ഞാൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ഒരു സൂചി കുത്താൻ പോലും ഇടമില്ലാത്ത വിധം ആൾക്കാർ തിങ്ങി നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആരതിക്കായി ഒരുക്കിയ 9 തട്ടുകൾ, തട്ടുകൾക്ക് മേലെ പുഷ്പാലങ്കൃതമായ കമാനങ്ങളും കാവിക്കൊടികളും, അവയ്ക്കു മീതെ വർണ്ണവിളക്കുകൾ കൊണ്ട് അലങ്കരിച്ച കുടകളും. ഇവിടെ കൂടിയ ആൾക്കാരുടെ മുഖത്തെ ആകാംക്ഷയും അത്ഭുതവും കണ്ട എനിക്ക് ഒരു കാര്യം നിശ്ചയമായി. ഇതിൽ ഏറിയ പങ്കും ഞങ്ങളെപ്പോലെ തന്നെ ആദ്യമായാണ് ഈ ഒരു ചടങ്ങിന് സാക്ഷിയാവാൻ പോകുന്നത്. എല്ലാവരുടെയും കണ്ണുകൾ ചുറ്റുമുള്ള അത്ഭുത കാഴ്ചകളിൽ പരതുന്നു. ഇന്ന് വരെ കാണാത്തതും അനുഭവിക്കാത്തതുമായ ഈ ഒരു അത്ഭുത ചടങ്ങിന് സാക്ഷിയാവാൻ ഞങ്ങളും തയ്യാറെടുത്തു. പെട്ടെന്ന് തന്നെ ഈ ഒരു ജനാവലിയുടെ ശബ്ദത്തെ ഖണ്ഡിച്ചുകൊണ്ട് ഒരു ശംഖനാദം മുഴങ്ങി. ജനങ്ങളുടെ ആരവം പൊടുന്നനെ നിലച്ചു. എല്ലാവരുടെയും കണ്ണുകൾ ആരതി നടക്കുന്ന ആ 9 തട്ടുകളിലേക്ക്. പൗരാണികതയും ആധുനികതയും ഒന്നിച്ചു ചേർന്ന ഒരു പ്രത്യേകതരം വേഷം ധരിച്ചെത്തിയ യുവ പണ്ഡിറ്റുമാർ മന്ത്രോച്ചാരണങ്ങളോടെ ഗംഗാരതി ആരംഭിച്ചു. 9 പേരുടെയും കൈകൾ ഒരേ താളത്തിൽ ഒരേപോലെ ചലിക്കുന്നു. മന്ത്രോച്ചാരണങ്ങൾ കൊണ്ടും മണിനാദം കൊണ്ടും അന്തരീക്ഷം മുഖരിതമായിരിക്കുന്നു. ചന്ദനത്തിരിയുടെയും കർപ്പൂരത്തിൻ്റെയും സുഗന്ധം എങ്ങും പരന്നു. ഗംഗാതീരത്ത് ഒരു വർണ്ണ പ്രപഞ്ചം സൃഷ്ടിച്ചുകൊണ്ട് ഈ ഒരു ജനസാഗരത്തിനെ ആത്മീയതയുടെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി ഗംഗാരതി കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ പകർന്നു. പണ്ഡിറ്റുമാർ ഒരേ മനസ്സോടെ ഒരേ അംഗചലനങ്ങളോടെ പല തരത്തിലും രൂപത്തിലും ഭാവത്തിലുമുള്ള വർണ്ണവിളക്കുകൾ കൊണ്ട് ഗംഗാമാതാവിനെ ഒഴിയുന്നു. ഈ മാസ്മരിക കാഴ്ചയിലെ ചില ചടങ്ങുകൾ ഒരു നിമിഷം എന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ കുടമാറ്റം ഓർമ്മപ്പെടുത്തി. കാശിയിലെ ഗംഗാതീരത്തുള്ള ദശാശ്വമേധ ഘട്ടിൽ ഈ ഒരു ജനസാഗരത്തിൻ്റെ നടുവിൽ ഗംഗാരതിയും കണ്ടു നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഈ ഒരു പുണ്യഭൂമിയുമായി ബന്ധപ്പെട്ട് പണ്ട് വായിച്ചതും കേട്ടറിഞ്ഞതുമായ എണ്ണമറ്റ കഥകളും ഐതിഹ്യങ്ങളും ചരിത്രങ്ങളുമാണ്. അതിനെല്ലാം ഉപരി എന്തുകൊണ്ടാവണം എനിക്കേറെ പ്രിയങ്കരനായ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇന്ത്യയിലെ സ്ഥലമായി കാശിയെ വിശേഷിപ്പിച്ചത്? യശശരീരനായ പ്രിയ ഗായകൻ SPBയുടെ മാസ്മരിക ശബ്ദത്തിൽ മുഴങ്ങിക്കേൾക്കാറുള്ള ഗംഗാതരംഗ രമണീയ ജടാകലാപം എന്ന് തുടങ്ങുന്ന വിശ്വനാഥാഷ്ടകം ആദിശങ്കരൻ രചിച്ചത് കാശിയിൽ വെച്ചായിരുന്നു. ഗംഗാസ്നാനം നടത്തി കാശി വിശ്വനാഥനെ തൊഴാൻ പോകുന്ന വഴിക്കാണ് ആദിശങ്കരന്
മഹാദേവൻ ചണ്ഡാല രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് മനുഷ്യരെല്ലാം സമന്മാരാണെന്നും അവർ തമ്മിൽ ഉച്ചനീചത്വങ്ങളില്ലെന്നും ബോധ്യപ്പെടുത്തി കൊടുത്തത്. അതുപോലെ തന്നെ ഗൗതമ ബുദ്ധന്റെ പാദസ്പർശമേറ്റ മണ്ണുകൂടിയാണ് വാരണാസി. കാശിക്കടുത്തുള്ള സാരാനാഥിൽ വെച്ചാണ് ശ്രീബുദ്ധൻ തൻ്റെ ആദ്യ പ്രഭാഷണം നടത്തിയത്. രാമചരിതമാനസിന്റെ കർത്താവായ തുളസീദാസ്, സിത്താർ വിദ്വാൻ പണ്ഡിറ്റ് രവിശങ്കർ, ഷഹനായി വിദ്വാൻ ഉസ്താദ് ബിസ്മില്ല ഖാൻ, തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപക ആനി ബസന്റ് എന്നിവരെല്ലാം കാശിയിൽ നിന്നുള്ളവരാണ്. സ്വാമി വിവേകാനന്ദൻ്റെയും ഇഷ്ടകേന്ദ്രമായിരുന്നു കാശി. ഇതൊക്കെ ഓർത്ത് നിൽക്കുമ്പോഴേക്കും ഗംഗാരതി അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിരുന്നു. മന്ത്രോച്ചാരണങ്ങളും മണിനാദവും കൊണ്ട് മുഖരിതമായ അന്തരീക്ഷം ഇവിടെ കൂടിയിരിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളെ ആത്മീയതയുടെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു. ഗംഗാതീരത്ത് വർണ്ണപ്രപഞ്ചം സൃഷ്ടിക്കുകയാണ് ഈയൊരു ചടങ്ങ്. മണിനാദത്തിൻ്റെ തീവ്രതയും പണ്ഡിറ്റുമാരുടെ ചലനങ്ങളും മന്ത്രോച്ചാരണത്തിൻ്റെ ചടുലതയും അതിൻ്റെ പാരമ്യത്തിൽ എത്തിയിരിക്കുന്നു. ആ പണ്ഡിറ്റുമാരുടെ കൈകളിൽ ദ്രുതഗതിയിൽ ചലിക്കുന്ന വിളക്കുകളിലേക്ക് ആയിരക്കണക്കിന് കണ്ണുകൾ ഇമവെട്ടാതെ നോക്കി നിൽക്കുന്നു. ഭണം വിടർത്തി നിൽക്കുന്ന നാഗത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു വിളക്കിൻ്റെ ആരതിയോടെ ആ ചടങ്ങ് അവസാനിക്കുന്നു. ഇത്രയും നാൾ കേട്ടു മാത്രം പരിചയമുള്ള ഗംഗാരതി എന്ന അതിവിശിഷ്ടമായ ചടങ്ങിന് സാക്ഷിയാകാൻ ഞങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു. മനസ്സിൽ വല്ലാത്തൊരു സംതൃപ്തി. ഞങ്ങൾ ആ ജനക്കൂട്ടത്തിന് നടുവിലൂടെ നടക്കാൻ ആരംഭിച്ചു. ദീപാലങ്കൃതമായ ദശാശ്വമേധഘട്ടിൽ നിന്നും ചന്ദനത്തിരിയുടെയും കർപ്പൂരത്തിൻ്റെയും ഗന്ധം ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാവും പകലും ഒരുപോലെ മൃതദേഹങ്ങൾ കത്തിച്ചാമ്പലായിക്കൊണ്ടിരിക്കുന്ന കാശിയിലെ മറ്റൊരത്ഭുതമായ മണികർണിക ഘട്ടിലേക്കാണ്. ജനന മരണങ്ങൾക്കിടയിലെ പാലത്തിലൂടെയുള്ള യാത്ര അവസാനിപ്പിച്ച് ചേതനയറ്റ ശരീരങ്ങൾ ഇടതടവില്ലാതെ കത്തി അമർന്നുകൊണ്ടിരിക്കുന്ന കാശിയിലെ മണികർണിക ഘട്ട്.